സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ചെക്ക് ചിലർ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കും. ഇതിനാണ് സെക്യൂരിറ്റി ചെക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചില ഇടപാടുകൾ നടക്കുമ്പോഴത്തേക്ക് ചില ആളുകൾ കൗണ്ടർ പാർട്ടിന് ചെക്ക് കൊടുക്കും സെക്യൂരിറ്റി ആയിട്ട്, ഒരു ജാമ്യം പോലെ, ഒരു ഉറപ്പിൻ്റെ പേരിൽ ചെക്ക് കൊടുക്കും. ആ ചെക്ക് ചിലപ്പോൾ കുറച്ച് രൂപ ഇങ്ങോട്ട് തരുമ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സെക്യൂരിറ്റി ആയിട്ടായിരിക്കും ഈ ചെക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പം ഒരാളുടെ നിങ്ങൾ 2 ലക്ഷം രൂപ വാങ്ങിച്ചു. ഈ 2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അന്ന് നിങ്ങൾ ഈ ആളുമായിട്ട് നല്ല ടേംസിലായിരുന്നിരിക്കാം. അപ്പോൾ അയാൾ പറയും ചെക്ക് വേണ്ട, നമ്മൾ തമ്മിൽ നല്ല ബന്ധുക്കൾ, അങ്ങനെയും പറയാൻ പാടില്ല. നിങ്ങൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ട് ആ കടം കൊടുത്തിട്ട് എവിഡൻസ് ഇല്ലാതെ കൊടുക്കരുത്, ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കാവൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇന്ന് തന്നെ ഒരു 7-8 കേസ് എനിക്ക് ഫോൺ വിളിയിൽ കൂടെ വന്നു. ഫോൺ വിളിച്ച ഒരു പരാതി പറഞ്ഞു, സാർ ഈ കേസ് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു വ്യക്തിയുമായിട്ട് നല്ല ടേംസ്, നല്ല സൗഹൃദമാണ്, സുഹൃത്താണ്, നല്ല കാര്യം, അങ്ങനെ തന്നെ ഇരിക്കണം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തുകൊള്ളുക, ഇന്നത്തെ സുഹൃത്ത് നാളെയും ആയിരിക്കണം എന്നൊരു ഗ്യാരണ്ടിയും ഇല്ല. ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടവനാണ് ഞാൻ കേസിൽ. അപ്പോൾ ഒരു ഇടപാടിൻ്റെ ഗ്യാരണ്ടിയുമായിട്ടും വിശ്വസിച്ച് നിങ്ങൾ ചെക്ക് കൊടുക്കരുത്. ഒരാൾ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തരുന്നു, അയാൾ ചോദിക്കുകയാണ് എനിക്കൊരു ഗ്യാരണ്ടി വേണം. ശരി, കൊടുക്കൂ. 2 ലക്ഷം വാങ്ങിച്ചാൽ 2 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുക്കണം, അല്ലാതെ ബ്ലാങ്ക് ചെക്കൊന്നും ഒപ്പിട്ട് കൊടുത്തു കളയരുത്. അപ്പം നിങ്ങൾ പറയുമായിരിക്കും, ഒരുപാട് പേർക്ക് അബദ്ധം പറ്റി, ഇത് കേൾക്കുന്നവർക്കെങ്കിലും ഇനി പറ്റാണ്ടിരിക്കണം, അതിനുവേണ്ടി പറയുന്നതാണ്. കാരണം ഇന്ന് നിങ്ങൾ നല്ല ടേംസ്, എത്ര ബന്ധുക്കളായിക്കോട്ടെ, ഒരു വീട്ടിനകത്തുള്ളവരായിക്കോട്ടെ, എന്തിനാണ് നിങ്ങൾ ബുദ്ധി കടം കൊടുക്കുന്നത്? ഒരാൾ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തന്നു, കടം തന്നു. അപ്പോൾ അയാൾ ഒരു ഗ്യാരണ്ടി ചോദിച്ചു, നിങ്ങൾ ചെക്ക് ഇട്ട് ഒപ്പിട്ടിട്ട് ഡേറ്റും ഇല്ല, എമൗണ്ടും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ഇയാൾ പിന്നെ ആജീവനാന്തം നിങ്ങളുടെ തല അയാളുടെ കസ്റ്റഡിയിലായിരിക്കും, ഓർത്തോണം. എന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം അതിനകത്തൊരു 20 ലക്ഷം രൂപ എഴുതി വെക്കുകയാണ്, ഒരു ഡേറ്റും ഇട്ട് 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ അക്കൗണ്ട് നമ്പരും പേരും. അങ്ങനെയാണ് കുറച്ചുകൂടി സ്ട്രോങ് ആവുക. അപ്പോൾ ക്യാഷ് ചെക്ക് ആണെങ്കിൽ കളഞ്ഞു പോയി നിങ്ങൾക്ക് കോടതിയിൽ പറയാം, അല്ല ബാങ്കിൽ പെറ്റീഷൻ കൊടുക്കാം. പക്ഷെ അതല്ല, പേരും ചെക്ക് നമ്പരും അയാളുടെ അക്കൗണ്ട് നമ്പരും കൂടെ ചേർത്ത് നിങ്ങൾ എഴുതി വെച്ച് കളയുമോ? ഇല്ലല്ലോ. അപ്പം സ്ട്രോങ് ആവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടുപോകും. ഒരു വക്കീലന്മാർക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂല. ഇന്ത്യ മഹാരാജ്യത്തിൽ 12.5 ലക്ഷം വക്കീലന്മാരുണ്ടെന്നാണ് കണക്ക്. കൃത്യമായിട്ട് എനിക്കറിയില്ല, ഇതൊരു സെൻസസ് ആണ്. അത് എന്തുകൊണ്ട് പറയാമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഇതിനകത്ത് 30-40% വക്കീലന്മാർ വ്യാജന്മാരാണ് എന്ന് പറഞ്ഞു. എങ്ങനെ വ്യാജനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് പഠിച്ചെടുക്കാൻപ്പെട്ട പാടും, അതിനകത്ത് ഇപ്പോൾ ആൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പിന്നെ ഒക്കെ പാസ്സായിട്ടാണ്, ഭയങ്കര പാടാണ്. ആൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടമാനം പഠിച്ച അറിവുണ്ടെങ്കിൽ അത് ജയിച്ചു വരുള്ളൂ. മറ്റു പരീക്ഷകൾ പാസ്സാകും പോലെ അല്ല. ഇപ്പോൾ ടോർട്ടോ, ജൂറിസ്പ്രുഡൻസോ, ക്രിമിനൽ ലോ ഒക്കെ ആണെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി, അതിൽ നിന്നാണ് എക്സാമിന് വരുന്നത്. ഇത് ഏതാണ്ട് 19, 20, 25 പേപ്പർ എവിടെ നിന്ന് വേണോ ചോദിക്കാം. അതാണ് ആൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ. അപ്പോൾ അതിനൊരു കാര്യം എനിക്ക് തോന്നുന്നത് 2010 മുതലാണ് ഈ AIBE ആൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പുള്ള കാര്യമായിരിക്കാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സെക്യൂരിറ്റി ചെക്ക് ചാടിക്കേറി ബ്ലാങ്ക് ചെക്കൊന്നും ആർക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു കളയരുത്. കാരണം അത് നിങ്ങളുടെ ജീവിതം തന്നെ പണയപ്പെടുത്തും പോലെ ആയിപ്പോവും. കാരണം 2 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം മാത്രമേ ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കാവൂ. കൂടുതൽ എമൗണ്ട് അയാൾ എഴുതിയെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന് പറഞ്ഞ കാരണം എന്താണ്? ഇന്നത്തെ സുഹൃത്ത് നാളെയും സുഹൃത്തായിരിക്കണമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല.